ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ ദോശ ചട്ടിയിൽ ശീശാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നും ദോശയാണ് ഇപ്പോൾ, വേറെ ഒരു മാറ്റവും. അപ്പോൾ തീ നന്നായിട്ട് പാളുന്നുണ്ട്. സാധാരണ ഉമ്മക്ക് എന്താ പറയല് അറിയോ, തീ പാളി ഇന്ന് വിരുന്നേരുണ്ടെന്ന്. അപ്പോൾ രാവിലെ തൊട്ട് ഞാനൊരു വിരുന്നേര് വരുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇവിടേക്ക് ആരും വിരുന്നേര് വന്നിട്ടില്ല. ഇനിയും ഹൈസുകുട്ടിയൊക്കെ ദാ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ ഇനിയും ഉണ്ടായിട്ടില്ല കേട്ടോ, ഓൾക്ക് വയറുവേദനയായിരുന്നു. അപ്പോൾ ഹൈസീന് ഇന്ന് പറയുകയാണ് രാവിലെ തന്നെ ഓനക്ക് പനിയാണത്ര, സ്കൂൾക്ക് പോകണില്ല എന്ന്. അപ്പോൾ മറ്റാൾ പറയണ എന്താ അതേപോലെ പറഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു അടുപ്പി വിറക് തിരികെ കുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ഒരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഇങ്ങനെ വെള്ള കളർ കാണുന്നത് എന്താണ് അടുപ്പിൻ്റെ അവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ, അടുപ്പ് പൊട്ടി പൊളിഞ്ഞതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ വെള്ള കളർ കാണുന്നത് ഉമ്മ സിമൻറ്റ് ഇട്ടാണ് ഇപ്പോൾ രണ്ടാമത്. ഈ ഭാഗത്തൊക്കെ കാണുന്നത് അടുപ്പ് പൊട്ടി പൊളിഞ്ഞതാണ്. പിന്നെ ഇവിടെ വീട്ടിൽ ഗ്യാസ് ഉണ്ട് കേട്ടോ. അതിൽ വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയലുണ്ട്, കഴിയാനയക്കണ് ഒറ്റ കുറ്റി മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ളത്. ഗ്യാസേര് വിളിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സമരമാണെന്ന്. ഇപ്പോൾ ഇതാ ഗ്യാസും അതേപോലെ ആധാറും കൂടെ ബന്ധിപ്പിക്കണം, എന്നാലേ ഇനി ഗ്യാസ് കിട്ടുള്ളൂ കേട്ടോ. മുമ്പ് ഇന്ന് അതിന് പോയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, മന്തിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മന്തിയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഐസുകുട്ടി പറയുകയാണ് സ്കൂളിട്ട് വരുമ്പോൾ എനിക്ക് മന്തി ഉണ്ടാക്കണം എന്ന്. എനിക്ക് നല്ല ഇഷ്ടമാണ് പൊറാട്ട, ദോശ, മന്തി, ഫ്രൂട്ടി, ക്രീം ബന്ന്, കേക്ക്, ഇതൊക്കെയാണ് ഓനക്ക് നല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാം. അങ്ങനെ ഓനക്ക് മന്തി വെക്കാൻ പിന്നെ മയോണൈസിന് വേണ്ടിയിട്ടാണ് ഓൻ ഈ മന്തി ചോദിക്കണത് തന്നെ. അപ്പോൾ ഓനക്കുള്ള മയോണൈസാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി ഉണ്ടാക്കിയിട്ട് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് തോലൊക്കെ ചെത്തിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം എന്താ പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2-3 വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ കുറച്ച് സുർക്കയും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഒന്ന് അരച്ചു, അതിന് ശേഷം അതാ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് കറക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ മയോണൈസ് നല്ല, ഇനി മുട്ട ഇല്ലെങ്കിൽ ഇനി മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും വിചാരിക്കണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കടുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണവരേക്കാരം കേട്ടോ. ആർക്കായാലും എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാവർക്കും മന്തി കഴിക്കണം എന്നുണ്ടെങ്കിൽ മയോണൈസ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മയോണൈസൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മന്തിക്കുള്ള ഇറച്ചിയാണ് ഇട്ടത്. 2 മാഗി ക്യൂബും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും കൂടെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. കാരണം മാഗി ക്യൂബിൽ തന്നെ നല്ല ഉപ്പൊക്കെ ഉണ്ടാവും. അതും കൂടെ ഒന്ന് നന്നായിട്ട് കയ്യിൽ, പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയണമൊന്നുമില്ല, ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല, വെറുതെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റില്ല, കാണാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളം മാത്രമാണ് ഒഴിച്ചത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 2 മുളകും വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് കുത്തിയൊക്കെ ഉണ്ട്. പിന്നെ സ്മോക്കി ഫ്ലേവർ വേണമല്ലോ മന്തിക്ക്, അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഞാൻ കുറച്ച് കണലൊക്കെ വാരിയെടുത്തിട്ട് അത് ഇതാ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അങ്ങ് നല്ല പുകഞ്ഞ് വന്നോളൂ. പേരിന് ഞാനൊന്ന് അടിച്ച് മൂടിയിട്ടിട്ട് അതിന് മുകളിലൊരു കനം കൂടെ കയറ്റി വെക്കണം കേട്ടോ, അതിക്കൊന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അടുപ്പൊക്കെ നമ്മളിത് ഒഴിഞ്ഞ് എടുക്കുകയാണല്ലോ, അവിടെ നമ്മളിതാ ഒരു കമ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 3 എണ്ണം എടുത്തിട്ട്. അപ്പോൾ ഇതാ നമ്മളെ കോഴിക്കുട്ടി വന്നിട്ട് മുട്ടടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളടുത്ത് കോഴിക്കളൊരു ഭാഗ്യം, റൂമൊക്കെ ഉണ്ടല്ലോ അവർക്ക് മുട്ടടാൻ. എന്താണെന്നൊക്കെ അറിയില്ല, ഞങ്ങളെ കോഴിക്കൾ 2 അകത്ത് വന്നിട്ടല്ലാതെ മുട്ടടൂല, ഭയങ്കര ഉത്തരവാദിത്തമാണ് ഓൽക്ക്. അതാ ആ മുട്ടടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്ത് പതുങ്ങി നിൽക്കണ്. മുട്ടൊക്കെ ഇതാ ഉരുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യോടെ തന്നെ ആണ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ ഇതാ രാവിലെ തന്നെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് കിട്ടുമോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നല്ല വിശപ്പുണ്ടായിരുന്നു ഉമ്മ വന്നപ്പോഴേ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഐസുകുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട്. പിന്നെ മന്തി തിന്നുമ്പോൾ തക്കാളി വെള്ളം നിർബന്ധമാണല്ലോ, അതുകൊണ്ട് ഞാനൊരു തക്കാളിയും കുറച്ച് ഉപ്പും ഒരു വലിയ മുളകും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കി ഇതിലേക്ക് ഇങ്ങനെ മുക്കി ഒഴിച്ചാനേ. അങ്ങനെ അതും റെഡിയാക്കിയിട്ട് അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഇന്ന് മയോണൈസും പിന്നെ അതേപോലെ മന്തിയൊക്കെ കൂട്ടിയിട്ട്, ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു മന്തി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. മന്തിൻ്റെ അയൽവാസിയൊക്കെ ആയിട്ട് വരും, അവിടേക്കോ ഇവിടേക്കോ അങ്ങനെയൊക്കെ.
അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആ കണലിൽ തന്നെ വേവിക്കാൻ വെച്ചിരുന്നല്ലോ കമ്പം, അത് വൈകിട്ടായപ്പോൾ പിന്നെ അതേറ്റൊരു ഇന്നലെ കമ്പം മുഴുങ്ങിയത് അങ്ങനെ തിന്നതല്ല, ഇന്നലെ മിന്നാന്നേറ്റ് അങ്ങനെ തിന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വെറൈറ്റി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും ഉള്ളിയും അതേപോലെ ആ ഉരുളൻകിഴങ്ങാണ് കേട്ടോ ഇട്ടെടുത്തത്. അത് നേരത്തെ മയോണൈസ് തികയൂല വിചാരിച്ചിട്ട് ഐസുകുട്ടി വരുമ്പോക്കിന് തികയൂല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുഴുങ്ങി വെച്ചതാണ്. പക്ഷേ ഈ മയോണൈസ് ഉണ്ടാക്കിയത് തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് കിട്ടു. പിന്നെ അതിലേക്ക് ഇതാ ഈ കമ്പം നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ വേറെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ കോണൊക്കെ അതൊക്കെ കൂടെ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുളക് പൊടി കൂട്ടാൻ അയക്കണ് ഇതിട്ടാ, കൂട്ടാൻ്റെ പോലെ അയക്കണ് സംഭവം. ഇതിങ്ങനെ ഒന്നും വേണ്ട, അത്രയും തീ കത്തിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാ. ഞാനിതെങ്ങനെയാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയിൽ ഒന്ന് ചൂടായതിൻ്റെ ശേഷം അത് ഇറക്കി വെച്ചിട്ട് കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്നും വാടിപ്പോവാതെ എല്ലാം കൂടി പച്ചക്ക് ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സാലഡ് പോലെ കേട്ടോ. ഉമ്മ ഇപ്പം എന്താ കാട്ടിക്കണ്, വേവിക്കണം എന്ന് പറഞ്ഞിട്ടോ ഒക്കെ കൂടെ ഇട്ടിട്ടാണ് കുഴച്ച് റെഡിയാക്കിക്കണേ. പിന്നെ ലാസ്റ്റ് ഇതിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും നമുക്കൊരു കൂട്ടാനയക്കണ് ചോറിൻ്റെ ഒപ്പം തിന്നാനുള്ള. നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളി ഇങ്ങനെ ഇട്ട് വാട്ടാണ്ട് കേട്ടോ. ജസ്റ്റ് എണ്ണയിൽ മുളക് പൊടി ഇട്ടിട്ടൊന്ന് ചൂടായതിന് ശേഷം എല്ലാം ഇട്ടെടുത്തിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുക, കഴിക്കുക, നാരകനീര് ഒഴിക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ കുട്ടി പട്ടാളങ്ങളൊക്കെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ ഹൈസുകുട്ടി എന്തെങ്കിലുമൊക്കെ തിന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളിതാ മതിൽമക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഇത് കഴിച്ചു കൂട്ടാം. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടാവുമ്പോൾ എത്ര കഴിക്കാനില്ല ഇഷ്ടമില്ലാത്ത സാധനങ്ങളും അങ്ങോട്ട് തിന്നു പോകും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് ഒരു കൂട്ടി യൂണിഫോമും കൂടെ കൊടുത്തു വിടും, ബാഗിലിടും എന്ന് പറഞ്ഞിരുന്നു. ഐസുകുട്ടി വരുമ്പോൾ തന്നെ പറയേണ്ടത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാൻ ബാഗിൽ നിന്നൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓൻ്റെ ഒരു കൂട്ടി യൂണിഫോം ഉള്ളത്. ആദ്യത്തെ നിങ്ങൾ കണ്ടല്ലോ, ഒരു ചുവപ്പും കറുപ്പും കൂടെ ഉള്ളതാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്ന് പറയണ്ടായിരുന്നു കേട്ടോ. ഇത്ര തന്നെ എൻ്റെ വീട്ടിൽ തട്ടിമുട്ടിയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ കോർത്തിണങ്ങിയിട്ടാണ് ഇത്രയും ഞാൻ കൊണ്ടുവരുന്നത്. അതിന് മാത്രം വിശേഷം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ലെങ്ത്തൊക്കെ കൂട്ടിയിട്ട് വലിയ കാര്യമില്ലാതെ നീട്ടി വലിച്ചിട്ട് കുറേ നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.